CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. അങ്ങും ഇൻഡിഗോയും തമ്മിലുള്ള ഒരു ശീതസമരമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രൂക്ഷമായൊരു വിമർശനം അന്ന് ഇൻഡിഗോയ്ക്കെതിരെ നടത്തി. ഇന്നിപ്പോൾ ഇൻഡിഗോ കടന്നു പോകുന്ന പ്രതിസന്ധിയൊക്കെ കാണുന്നില്ലേ? ഇൻഡിഗോ ഇപ്പോഴൊരു വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ അവർ പ്രതിസന്ധിയിലായപ്പോൾ അവരുടെ മേലൊരു കല്ലെടുത്ത് വെക്കാനൊന്നും ഞാനില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ അവരുടെ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് ഞാൻ കുറച്ചു കാലം അവരുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറില്ല. പിന്നെ എനിക്കൊരു യാദൃച്ഛികമായി സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ എനിക്കവിടെ പോകേണ്ടത് ഏറ്റവും ആവശ്യമായി വന്നു. അന്ന് കേരളത്തിലെ ഒരു എയർപോർട്ടിൽ നിന്നും മറ്റ് വിമാനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് കോഴിക്കോട് നിന്ന് ഇൻഡിഗോ രാത്രി 11 മണിക്കുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അവിടെ പോയി ഇൻഡിഗോൻ്റെ നേരെ തന്നെ പോയി ഫ്ലൈറ്റ് ചാർജ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നേരെ ഡൽഹിക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഇൻഡിഗോയിൽ, കാരണം അന്നത്തെ എൻ്റെ പ്രശ്നം ഏറ്റവും വേഗത്തിൽ ഡൽഹിയിലെത്തുക എന്നുള്ളതാണ്. ഞാനത് ചെയ്തു. പിന്നെ ഞാൻ ഇൻഡിഗോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോൻ്റെ മാത്രമല്ല, ഇവിടെ ഈ എയർ സർവീസ് നടത്തുന്നതിൽ വലിയ വീഴ്ചകളാണ് കാണുന്നത്. ഇൻഡിഗോയുടെ എത്ര സർവീസ് നടത്തിയത്, എത്ര യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിങ്ങനെ ഓരോ വിമാന സർവീസുകാർക്കും ഇഷ്ടം പോലെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. ഈ യാത്രയ്ക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുമായി പോവുക ആളുകൾ. ചിലർ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിശ്ചിത സമയത്ത് അവരുടെ പോയി ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ജോലി പോകും. പല പ്രശ്നങ്ങളുമുണ്ട്. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് ബാധകമാണ്. വെക്കേഷൻ കഴിഞ്ഞിട്ട് പോകുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇത് ബാധകമാണ്. ഈ സർവീസ് ക്യാൻസൽ ചെയ്യുക. ആ സർവീസ് ക്യാൻസൽ ചെയ്യുന്നത് ഒരു യന്ത്ര തകരാറ് എന്നുള്ളൊരു വാക്ക് പറയും. ചിലപ്പോൾ പലതും യന്ത്ര തകരാറല്ല. അപ്പോൾ ഇങ്ങനെ എയർ സർവീസ് കാണിക്കുന്നത് ശരിയായിട്ടുള്ള ഗുരുതരമായ കുറ്റമാണ്. പിന്നെ അവരുടെ ചാർജ് വർധനവിന് ഒരു നിയന്ത്രണവുമില്ല. ഇഷ്ടം പോലെ ചെയ്യാം. അവർ നിശ്ചയിക്കുന്നതാണ് റേറ്റ്. സീസൺ വന്നാൽ ഒരു വൻ കൊള്ള തന്നെയാണ്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇഷ്ടം പോലെ ഈ ചാർജ് ഈടാക്കാൻ കഴിയുന്നത്? അംഗീകൃത റേറ്റിൽ നിന്നും എത്രയോ ഉയർന്ന് റേറ്റ് വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങാനും ജനങ്ങളെ, യാത്രക്കാരെ കണ്ടമാനം ചൂഷണം ചെയ്യാൻ അവർ കഴിയുന്നത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്, ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധയാണ്, ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ചയാണ്. ഇപ്പോൾ നിരവധി സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ഒരു അഭിപ്രായം, ഈ എയർ സർവീസ്, ഇൻഡിഗോ സർവീസ് പൊതുവേ ഇന്ത്യയിൽ ധാരാളം സർവീസുള്ള ഒരു നല്ല വിമാന സർവീസാണ്. അവർ നല്ല നിലയിൽ തന്നെ സർവീസ് നടത്തണം. ആയിരക്കണക്കിന് ആളുകളുടെ ജോലിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യാപാരങ്ങളും കച്ചവടങ്ങളും വ്യവസായങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ആ എയർ സർവീസ് നല്ല നിലയിൽ, മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനന്ന് അവരോട് പ്രതിഷേധമുണ്ടെന്നുള്ളതുകൊണ്ട് അത് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അന്ന് താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അത് അങ്ങനെ ആ രീതിയിലേക്കൊരു ഫലം കണ്ടു, അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിപ്പോകുന്നു എന്നുള്ളൊരു വിഷമമുണ്ട്. അത് ശരി, വിഷമൊന്നും എനിക്കില്ല. ഞാൻ ഒരു ഘട്ടത്തിൽ പറയേണ്ട കാര്യം പറഞ്ഞു. ആ പറയേണ്ട കാര്യം പറഞ്ഞു മാത്രമല്ല, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ ആസൂത്രിതമായി വിമാനത്തിനകത്ത് കടന്ന് അദ്ദേഹത്തിന് നേരെ മുദ്രാവാക്യം വിളിച്ച് ചാഞ്ഞടിക്കുകയാണ്. ഞാനതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ തടഞ്ഞു. ആ തടഞ്ഞതിൻ്റെ പേരിൽ എന്താ ഇൻഡിഗോ സർവീസുകാർ ചെയ്തത്? എനിക്ക് കൂടുതൽ ശിക്ഷ, എനിക്ക് ട്രാവൽ വാണിംഗ്, ഈ അക്രമം കാണിച്ചവർക്ക് ചെറിയ ശിക്ഷ. അങ്ങനെ കൊടുക്കാൻ തന്നെ കാരണം തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അത് പാർലമെൻറ്റിലെ ചില കോൺഗ്രസ് MP-മാർ കേന്ദ്ര ഏവിയേഷൻ മിനിസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഇൻഡിഗോ സർവീസുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അത്തരമൊരു നിലപാടൊന്നും ഒരു നീതിപൂർവം പ്രവർത്തിക്കുന്ന വിമാന കമ്പനി ചെയ്യാൻ പാടില്ലാത്തതാണ്. നീതിപൂർവം പ്രവർത്തിക്കണം. ആ വിഷയത്തിൽ താങ്കൾക്ക് ഇപ്പോഴും നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്? അതെന്താ സംശയം? അതുകൊണ്ട് ഞാനന്ന് ഒരു നിലപാടെടുത്തത്, എനിക്ക് ബാൻ ഏർപ്പെടുത്തി, എന്നാൽ നിങ്ങളെ വിമാനത്തിലേ ഞാൻ കയറുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതെല്ലാം കഴിഞ്ഞു. എത്രയോ വർഷം തന്നെ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ പുതിയ കാലഘട്ടം, ഇപ്പോൾ പുതിയ രീതി. ഇപ്പോൾ അവർ ഒരു വലിയ പ്രതിസന്ധിയിൽ വന്നു. അതുകൊണ്ട് അവരുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ വലിയ ഇത്തരത്തിലൊരു എയർ സർവീസോ ദുർബലപ്പെട്ടു പോകണമെന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നന്നായി വരണമെന്നാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. അവരുടെ പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ തിരുത്തി നല്ല സർവീസ് നടത്തി അവർക്ക് ജനസേവനം, ജനപ്രീതി
നേടിയെടുക്കാൻ കഴിയണം. ഗവൺമെൻറ്റിൻ്റെ വീക്ക്നെസ്സാണ് ഇതെല്ലാം. ഈ സർവീസിൽ കണ്ടമാനം പിന്നെ ഫ്ലൈറ്റ് ചാർജ് ഈടാക്കുക, കൃത്യനിഷ്ഠതയില്ലായിരിക്കുക, ഇഷ്ടം പോലെ സർവീസ് ക്യാൻസൽ ചെയ്യുക, അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്, ഗുരുതരമായ വീഴ്ചയാണ്. അത് അടിയന്തരമായി ഗവൺമെൻറ്റാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ എന്തോ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്, നല്ല നിലയിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് വീണ്ടും ഇപ്പോൾ ഇൻഡിഗോയിൽ യാത്ര ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട്, പക്ഷേ ആ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട് അവരുമായിട്ടുള്ള നിലപാട് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഒരു നിലപാട് സ്വീകരിച്ചു. അത് പിന്നീട് മാറി. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അതെല്ലാം ഒരു ക്ലോസ് ചാപ്റ്റർ. അന്ന് ആ ഒരു സാഹചര്യത്തിലെടുത്ത നിലപാടാണ് ഇപ്പോൾ അത് മാറി. അതെ അതെ, അന്നെടുത്തു, ആ നിലപാടിനനുസരിച്ച് പോയി. ഏതായാലും ഇൻഡിഗോ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് EP ജയരാജന്റെ അഭിപ്രായം, നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.